മാതാപിതാക്കളുടെ ലാനത്ത് ഇതിലൊക്കെ ഏറ്റവും അതിശക്തമായ ലാനത്താണ്, വെരി സ്ട്രോങ് ലാനത്ത്. നമ്മളെ മാതാപിതാക്കളെ ലാനത്താട്ടോ. അത് മനസ്സിലായി. റുവിയ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന ലാനത്തൽ വാലിദൈനി തുബ്തിറു ഐ തഖ്തഉ അസ്ല വലദിഹിമാ ഇദാ അക്കഹുമാ. വാപ്പയോ ഉമ്മയോ അവരെ നമ്മൾ എങ്ങനെയെങ്കിലും വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ, അനിഷ്ടമായൊരു വാക്കുകൾ കൊണ്ടോ വല്ല പ്രവർത്തികൾ കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചൂടാവൽ കൊണ്ടോ വാപ്പനെയോ ഉമ്മയെയോ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ശാപം അത് ഏറ്റുകഴിഞ്ഞാൽ അത് അതിഗംഭീര അതിശക്തമായ ശാപമാണ്. അത് തഖ്തഉ അസ്ല വലദിഹിമ, മക്കളുടെ അസ്ലിന് അടിസ്ഥാനം തന്നെ ഇല്ലാതാക്കുന്ന, നമ്മൾ ഒന്നുമല്ലാതായിപ്പോ വാപ്പൻ്റെ ഉമ്മേൻ്റെ ഒരു ശാപം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ വാങ്ങരുത്. എത്ര മോശപ്പെട്ട വാപ്പിമ്മ ആയാലും ശരി, നമുക്ക് അള്ള തന്ന വാപ്പയാണ്, നമ്മൾ അള്ള തന്ന ഉമ്മയാണെന്ന് കരുതിയാൽ മതി. എനിക്ക് അള്ള തന്ന വാപ്പിമ്മയാണ്, അതുകൊണ്ട് നമ്മൾ എന്താ സബൂർ ചെയ്യുക. തിരുന്നോ ഫമൻ അർലാ വാലിദൈഹി, ബാപ്പനെയോ ഉമ്മനെയോ ആരെങ്കിലും സന്തോഷിപ്പിച്ചാൽ തൃപ്തിപ്പെടുത്തിയാൽ ഫഖദ് അർലാ ഖാലിഖഹു, അവൻ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയവനാണ്. വമൻ അസ്ഖത വാലിദൈഹി, ബാപ്പനെയോ ഉമ്മയെയോ ആരെങ്കിലും ചൊടിപ്പിച്ചാൽ വെറുപ്പിച്ചാൽ ദേഷ്യം പിടിപ്പിച്ചാൽ വിഷമിപ്പിച്ചാൽ ഫഖദ് അസ്ഖത ഖാലിഖഹു, അള്ളാഹുവിനെ അവൻ ദേഷ്യം പിടിപ്പിച്ചു, അള്ളാഹുവിനെ വിഷമിപ്പിച്ചു, അള്ളാഹുവിനെ പ്രയാസപ്പെടുത്തി, അള്ളാഹുവിനെ അവൻ വിഷമിപ്പിച്ചു. വമൻ അതർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ബാപ്പനോടും ഉമ്മനോടും ചൂടാവില്ല, അള്ളാഹിനോട് ചൂടാവുന്നത് പോലെയാണ്. ഇതാര് പറഞ്ഞതാ? സയ്യിദുൽ വജൂദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹിനോട് ദേഷ്യം പിടിക്കുന്നത് പോലെയാണ് വാപ്പനോട് ഉമ്മനോട് ദേഷ്യം പിടിച്ചത്. അതുകൊണ്ട് ഇപ്പം നമ്മൾ തീരുമാനം എടുക്കണം, നമ്മൾ എൻ്റെ വാപ്പനെയും ഉമ്മനെയും പൊന്നു പോലെ ഞാൻ നോക്കും, ഓലെ ഒരു കുരുത്തക്കടും ഞാൻ വാങ്ങൂല, ഓലെ എപ്പോഴും സ്നേഹം എൻ്റെ കൽബിൻ്റെ ഉള്ളിലുണ്ടാവും. പുറമെ ഓല ഇടയിൽ ഇങ്ങനെ പോളിഷിന് വേണ്ടിയുള്ള സ്നേഹമല്ല, ഉള്ളിൽ നിന്ന് വരണത്.